വയനാട് തിരുനെല്ലി പോത്തുമൂലയിൽ കടുവ പശുവിനെ ആക്രമിച്ചു കൊന്നു. കൊല്ലിമൂല സുബ്രഹ്മണ്യന്റെ 1.5 വയസ്സുള്ള പശുക്കിടാവിനെയാണ് കടുവ പിടികൂടിയത്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും വിവരങ്ങളുമായുണ്ട്. സുർജിത്ത്, പറയൂ. ഒരു കടുവയ്ക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് ജി.കെ. ഇതിനിടയിലാണ് തിരുനെല്ലിയിൽ നിന്നൊരു വാർത്ത വരുന്നത്. തിരുനെല്ലി പോത്തുമൂലയിലാണ് കടുവ പശുവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് പറയുന്നത്. കൊല്ലിമൂല സുബ്രഹ്മണ്യന്റെ 1.5 വയസ്സുള്ള പശുക്കിടാവിനെയാണ് ഇന്ന് രാവിലെ 10:30 വീടിന്റെ സമീപത്ത് വെച്ച് കടുവ പിടികൂടിയതെന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷവും ഈ സുബ്രഹ്മണ്യന്റെ പശുവിനെ കടുവ കൊല്ലുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. സ്വാഭാവികമായും ഇത്തരം വളർത്തുമൃഗങ്ങളെ വളർത്തുന്നവരെല്ലാം തന്നെ ജാഗ്രത പാലിക്കണമെന്ന് വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകിയ ഒരവസ്ഥ കൂടിയുണ്ട്. ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു അവസ്ഥ കൂടി ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ നിലവിൽ ഇപ്പോൾ പ്രജനന കാലം കൂടിയാണ് കടുവകളുടെ. സ്വാഭാവികമായും അത് പുറത്തിറങ്ങാൻ ഉൾപ്പെടെയുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ കർശനമായ രീതിയിലുള്ള ജാഗ്രത വേണം എന്നുള്ളതാണ് വനംവകുപ്പിന്റെ നിർദ്ദേശം. വനമേഖലയിൽ ഉള്ള ആളുകൾ വനത്തിൽ കന്നുകാലികളെ മേയ്ക്കാൻ വിടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് നടത്തരുത് എന്നുള്ളതാണ് നൽകുന്ന നിർദ്ദേശം. ഇതിനിടയിൽ ആണ് ഇത്തരത്തിൽ ഒരു അവസ്ഥ കൂടി, ഒരു മൃഗത്തെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായിരിക്കുന്നത്. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.